പ്രാർത്ഥന സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ശുദ്ധമായ തരംഗങ്ങളാണ് പ്രാർത്ഥനയിലൂടെ ലോകമെങ്ങും പരക്കുന്നത്. എൻ്റെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് എന്ത് നേടാനാണ് എന്ന് ചിന്തിക്കരുത്. പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിൻ്റെ വിത്താണ് നമ്മൾ വിതയ്ക്കുന്നത്. മരുഭൂമിയിൽ ഒരു പുഷ്പം വിടർന്നാൽ അത്രയും ആകുമല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത്. അവിടെ ഒരു വൃക്ഷമെങ്കിലും വളർന്നാൽ കുറച്ച് തണലെങ്കിലും ആയല്ലോ എന്ന് വിചാരിക്കണം. അക്രമികളും ഭീകരവാദികളും യുദ്ധക്കൊതിയന്മാരുമെല്ലാം സ്നേഹം വറ്റിയവരാണ്, കാരുണ്യമില്ലാത്തവരാണ്. നമ്മളെപ്പോലുള്ള കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയിലൂടെ അന്തരീക്ഷത്തിൽ നിറയുന്ന സ്നേഹവും കാരുണ്യവും അവരുടെ മനസ്സിനെ അല്പമെങ്കിലും മാറ്റാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ആവശ്യം ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ഉള്ളവരെയാണ്. അങ്ങനെയുള്ളവരാണ് സമൂഹത്തിൻ്റെ ശക്തി. അവരിലൂടെ മാത്രമേ പരിവർത്തനം ഉണ്ടാകൂ. ഇനി ഗുരുവചനം കേൾക്കാം. 2 തരം ആളുകൾക്ക് മാത്രമേ ആത്മജ്ഞാനം നേടാൻ കഴിയൂ. പഠനത്തിൽ ഒട്ടും ഭാരമില്ലാത്തവർ, അതായത് മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത ചിന്തകളാൽ മനസ്സ് നിറഞ്ഞിട്ടില്ലാത്തവർ. എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ശേഷം തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് തിരിച്ചറിഞ്ഞവർ. ശ്രീരാമകൃഷ്ണ പരമഹംസർ. അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം. കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസ കുലാചാരഹീന കദാചാരലീന കുദൃഷ്ടി കുവാക്യ പ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസ കുലാചാരഹീന കദാചാരലീന കുദൃഷ്ടി കുവാക്യ പ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി.